ഇന്ത്യൻ തത്വചിന്തയിൽ നിന്ന് പാശ്ചാത്യ ആധ്യാത്മ ശാസ്ത്രത്തിലേക്ക് എല്ലായിടത്തും ഒരു വലിയ രഹസ്യമുണ്ട്. അതാണ് ദൈവിക ശക്തി, ആത്മീയ ശക്തി, ആഗോള ശക്തി. ഇന്ന് ആ മൂന്ന് ശക്തികളുടെ അതിജീവന കഥ പറയാം. ജീവിതത്തിൽ അനുഭവപ്പെടുന്ന എല്ലാ അത്ഭുതങ്ങളും, ആകർഷണങ്ങളും, ശാന്തിയും നമ്മിൽ പുറത്തുനിന്ന് വരുന്നില്ല. അതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. ദൈവിക ശക്തി നമ്മുടെ ആത്മാവിലുണ്ട്, ആത്മാശക്തി നമ്മുടെ മനസ്സിലുണ്ട്, ആഗോള ശക്തി നമ്മുടെ ചിന്തകളിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് ഈ മൂന്ന് ശക്തികളെ ചിന്തിച്ചാൽ മതി. അവയോടൊപ്പം ജീവിക്കാം. അവയെ മാനിച്ചാൽ അവ നമ്മുടെ ജീവൻ തന്നെ മാറ്റും. ഭയം മാറ്റി വിശ്വാസം നിറച്ചാൽ ഈ ശക്തികൾ ആകർഷിക്കും. നിങ്ങൾ തന്നെയാണ് ആ ശക്തിയുടെ പ്രതിഫലനം. ദൈവിക ശക്തി, ദ ഡിവൈൻ പവർ. ദൈവിക ശക്തി എന്നത് സൃഷ്ടാവിന്റെ ശക്തിയാണ്, എല്ലാത്തിൻ്റെയും പിറകിൽ പ്രവർത്തിക്കുന്ന ആദിശക്തി. ദൈവിക ശക്തി എല്ലാ ജീവജാലങ്ങളിലും പ്രവർത്തിക്കുന്നു. പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും ഈ ശക്തിയുമായി ബന്ധപ്പെടാം. അടുത്തത് ആത്മീയ ശക്തി, ദ സ്പിരിച്വൽ പവർ. ആത്മീയശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് ആത്മാവിന്റെ ശക്തിയാണ്, മനസ്സിനെ താഴ്ചയിലേക്ക് നയിക്കുന്ന ഊർജം. ഇത് ജ്ഞാനത്തിലേക്കും ശാന്തിയിലേക്കും നയിക്കുന്നു. മനസ്സും ഹൃദയം ശുദ്ധമാക്കിയാൽ ആത്മീയശക്തി ജാഗൃതമാകുന്നു. അത് നമ്മെ നിഷ്കളങ്കരായ ഒരു നല്ല വ്യക്തിയാക്കുന്നു. അടുത്തത് ആഗോള ശക്തി, ദ യൂണിവേഴ്സൽ പവർ. ആഗോള ശക്തി അല്ലെങ്കിൽ യൂണിവേഴ്സൽ പവർ എന്ന് പറയുന്നത് ആകാശത്തിന്റെയും ഗ്രഹങ്ങളുടെയും ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള നിയമങ്ങളുടെയും ശക്തിയാണ്. ഈ ശക്തിയെ നമ്മൾ ആകർഷിക്കാം. നമ്മൾ എന്തെല്ലാം ആലോചിക്കുന്നു അതെല്ലാം ആഗോള ശക്തിക്ക് ഒരു സന്ദേശമായി പോകുന്നു. പ്രാർത്ഥനയും ധ്യാനവും വഴി ദൈവിക ശക്തിയുമായി ബന്ധപ്പെടാം. ആത്മനിരീക്ഷണം വഴി ആത്മീയ ശക്തി വളർത്താം. ലോ ഓഫ് അട്രാക്ഷൻ, പോസിറ്റീവ് തോട്ട്സ് വഴി ആഗോള ശക്തിയുമായി നമുക്ക് ട്യൂൺ ചെയ്യാം. ജീവിതത്തിൽ മാറ്റം വരുത്താം. ഇനി മുതൽ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും, ആലോചിക്കുന്ന ഓരോ ചിന്തയും ആഗോള ശക്തിയെ ആകർഷിക്കുന്നു. അതിനാൽ ആത്മീയതയിൽ വളരും, ദൈവികതയെ സമീപിക്കും, വിശ്വസിക്കും, നിങ്ങൾക്ക് കഴിയുമെന്ന്. ദൈവം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആത്മാവ് അതിശക്തിയാണ്. ആഗോള ശക്തി നിങ്ങളുടെ കൂട്ടുകാരനാണ്. നിങ്ങളാണ് അത്ഭുതം. ഇനി മുതൽ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും, ആലോചിക്കുന്ന ഓരോ ചിന്തയും, പ്രാർത്ഥിക്കുന്ന ഓരോ വാചകവും ആഗോള ശക്തിയെ ആകർഷിക്കുന്നു. അതിനാൽ ആത്മീയതയിൽ വളരും, ദൈവികതയെ സമീപിക്കും, വിശ്വസിക്കും, നിങ്ങൾക്ക് കഴിയുമെന്ന്. ദൈവിക ശക്തികൾ ഒറ്റ രൂപമല്ല, അവ അനന്തരൂപങ്ങളിൽ നമ്മെ സമീപിക്കുന്നു. ഓരോ ശാസ്ത്രത്തിലും, ഓരോ പ്രാർത്ഥനയിലും, ഓരോ സമാധാന നിമിഷത്തിലും ആ ശക്തി നിലനിൽക്കുന്നു. നിങ്ങൾ ആ ശക്തി അറിയുമ്പോൾ നിങ്ങളുടെ ജീവിതം ആത്മീയപാതയിലാകും.